ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കളെ, നിങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. മക്കൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ട മക്കൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ തമ്പിലേയും കണ്ടതുപോലെ 10 മിനിറ്റ് കൊണ്ട് പൊതുഭരണം എന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണോ ക്വസ്റ്റ്യൻസ് വരുന്നത് അതിന്റെ ട്രിക്സ് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ റെഡി ആണെങ്കിൽ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മക്കൾ ആദ്യം അറിയേണ്ടത്, ഈ ചാപ്റ്റർ മുഴുവനായിട്ട് പഠിക്കണോ, ഇതിൽ എന്തൊക്കെ വരും എന്ന് അറിയേണ്ടത് മക്കളെ പ്രധാനമായിട്ട് എൻ്റെ മക്കൾ പഠിക്കേണ്ടത് ഈ 4 പോയിന്റ്സ് ആണ്. ഒന്ന്, എന്താണ് പൊതുഭരണം, എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ്, അഡ്മിനിസ്ട്രേഷൻ റിഫോംസ് എന്തൊക്കെയാണെന്നത്. മക്കളെ ഈ അഡ്മിനിസ്ട്രേഷൻ റിഫോംസ് ഒക്കെ ഞങ്ങൾ 4 പോയിന്റ് പറഞ്ഞു. ആ 4 പോയിന്റ് മാത്രം എൻ്റെ മക്കൾ പഠിച്ചു പോയാൽ മതി. അത് സിമ്പിളാക്കി ഞാൻ മാറ്റിത്തരും. സോ നോക്കാട്ടോ, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ മക്കൾ കാണാൻ ശ്രമിക്കുക. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പൊതുഭരണം. ആ ഡെഫിനിഷൻ 2 മാർക്കും ചോദിക്കും. ഇതാണ് എൻ്റെ ഡെഫിനിഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ആർക്കൊക്കെ men and material for the implementation of എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടെ എക്സിസ്റ്റിംഗ് ലോസ്, ഗവൺമെന്റ് പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഈസ് നോൺ ആസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യം മനുഷ്യ വിഭവം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പൊതുഭരണം എന്ന് പറയും. ഇങ്ങനെ പറയാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ സാറേ ഇത് ഷോർട്ട് ആക്കി പറഞ്ഞു തരാൻ കഴിയും. ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിച്ചോളി. ഇതേ ഉള്ളൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഷോർട്ട് ഇങ്ങനെ ആക്കി. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ്? എഫക്റ്റീവ് ആൻഡ് യൂട്ടിലൈസ് ചെയ്യണം. യൂട്ടിലൈസേഷൻ ആർക്കൊക്കെ? ഓഫ് മെൻ. ഇതൊരു മെന്നാണ്. മെൻ ആൻഡ് മെറ്റീരിയൽ. ഇത് മെറ്റീരിയൽ കൂട്ടങ്ങൾ. മെറ്റീരിയൽ എന്തിന്? ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് എന്തൊക്കെയാ? എക്സിസ്റ്റിംഗ് ലോസ്, ഗവൺമെന്റ് പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊജക്റ്റ്. എടാ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കടാ. ഈ രീതിയിൽ പഠിക്കുന്നതിനേക്കാളും നിങ്ങളെ മനസ്സിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗമാണ് ഇത്ര മാത്രം എൻ്റെ മക്കൾ പഠിച്ചു നോക്കി. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആണ് ആർക്കൊക്കെ? ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ്, ഗവൺമെന്റ് പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊജക്റ്റ്. എൻ്റെ മക്കൾ പഠിച്ചു വെക്കാം. അതിനനുബന്ധിച്ച് വരുന്നതാണ് അടുത്തതാണ് ബ്യൂറോക്രസി. എന്താണ് ബ്യൂറോക്രസി മനസ്സിലാക്കി വെക്കുക. നാഷണൽ ലെവൽ ടു സ്റ്റേറ്റ് ലെവൽ വരെയുണ്ട്. ദേശീയ തലം മുതൽ താഴെ തലം വരെയുണ്ട്. സ്റ്റേറ്റ് ലെവൽ വരെയുള്ളതാണ് ബ്യൂറോക്രസി. താഴെ തലം വരുന്നതാണ്. മാത്രമല്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ എന്താക്കുന്നുണ്ട് അറിയാം? പൊതുഭരണത്തെ കൃത്യമായിട്ട് ചലനാത്മകമാക്കുന്നുണ്ട്. ഡൈനാമിക് ആക്കുന്നതും ആര് തന്നെയാണ്? ബ്യൂറോക്രസിയാണ്. വിത്തൗട്ട് ബ്യൂറോക്രസി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എന്താണ്? വിൽ നോട്ട് എക്സിസ്റ്റൻസ് ആണെന്ന് എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ അതിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് പഠിച്ചു വെക്കുക. റെഡിയാണല്ലോ? ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കല് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി എന്നാണ്. ഒരു ഡെഫിനിഷൻ പറഞ്ഞു. ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ ഡെഫിനിഷൻസ് എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. ഈ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു പോവുക. ദ എംപ്ലോയീസ് ഹു വർക്ക് അണ്ടർ ദ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ദ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ കൺട്രി ആർ ടുഗദർ നോൺ ആസ് ബ്യൂറോക്രസി. രാജ്യത്തിന് ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എന്ത് വിളിക്കുന്നു? ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വിളിക്കുന്നു. ഇതിൽ മക്കളെ ഉറപ്പിച്ചോ? സെപ്റ്റംബർ 9-ാം തീയതിയാണ് നിങ്ങൾക്ക് എക്സാം. 8-ാം തീയതിയാണെങ്കിൽ എക്സാമിൽ 9-ാം തീയതി എക്സാമിൽ ഉറപ്പിച്ചോ ഇതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഷുവറാണ്. 4 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവാതിരിക്കില്ല. കാരണം ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസോ ഉറപ്പിച്ചോ. ആ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഇന്ന് കാണല്ലേ, അതുകൊണ്ട് കാണാം. സോ ഇതിൽ ഓരോ സവിശേഷങ്ങളും എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ശ്രേണിപരമായ സംഘടന ഉണ്ട്, അതേപോലെ സ്ഥിരതയുണ്ട്, അപ്പോയിൻമെന്റ് ഉണ്ട്, അതേപോലെ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഉണ്ട്, പ്രൊഫഷണലിസം ഉണ്ട്. ഇത്രയും എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ പേരുകൾ പഠിച്ചു വെക്കാൻ ഞാൻ ഷോർട്ട് പറയാം. നമ്മൾ ഷാഹിദ് സാറെ പ്രണയം എന്ന് പറയാറുണ്ട്. അഥവാ ഹൈറ എന്ന പെൺകുട്ടി എന്തായിരുന്നു? ഭയങ്കര പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്തിരുന്നു? നമ്മൾ നോക്കിയിരുന്നു. ആ പെർമനൻ്റ് ആയി നോക്കിയത് ഏതിനടിസ്ഥാനത്തിലായിരുന്നു നോക്കിയത്? വെറുതെയാണ് നോക്കിയത്. ക്വാളിഫിക്കേഷൻ അടിസ്ഥാനത്തിലായിരുന്നു നോക്കിയിരുന്നത്. അതും വളരെ ന്യൂട്രലായിട്ട് എന്ത് ചെയ്തിരുന്നു? നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് കുറേ ആൾക്കാർ ന്യൂട്രലായി കൊണ്ടുപോയതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിച്ചിരുന്നത് എന്തിന്? പ്രൊഫഷണൽ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അഥവാ കോയി നല്ല ഉദ്ദേശിച്ചത് പ്രൊഫഷണൽ ആയിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇതിന് എല്ലാ പേരുകളും പഠിച്ചു. ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ, പെർമനൻസ്, അപ്പോയിൻമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ആൻഡ് പ്രൊഫഷണലിസം. സോ ഈ പേര് റെഡിയാണല്ലോ. മലയാളം മീഡിയക്കാർക്ക് ഇല്ലെന്ന് ചോദിക്കും. മലയാളം മീഡിയക്കാർക്ക് സിമ്പിളാണ്. നോക്കിക്കോളി. ശ്രേണി എന്ന് പറഞ്ഞ കുട്ടീനെ നോക്കിയത്. ശ്രേണി എന്ന കുട്ടീനെ സ്ഥിരമായിട്ട് എന്ത് ചെയ്തിരുന്നു? നോക്കിയിരുന്നു. അതും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? യോഗ്യത. ആ കുട്ടീൻ്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നോക്കിയിരുന്നത്.
അതും നിഷ്പക്ഷമായായിരുന്നു കുട്ടിയെ നോക്കിയിരുന്നത്. ഇങ്ങനെ കുറേ എണ്ണത്തെ നോക്കിയുകൊണ്ട് അൾട്രാ വൈദഗ്ധ്യമുള്ളവൻ, വൈദഗ്ധ്യത്തിന് ഇംഗ്ലീഷ് അറിയാലോ നിങ്ങൾക്ക്, ഇതാണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഈ പേരുകൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ ഓരോ ഡെഫിനിഷൻ ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അത് എന്താണ് ശ്രേണിപരമായ സംഘാടനം എന്ന് വെച്ചാൽ ഇവിടുന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഇത് പഠിക്കാനുള്ള ഷോർട്ട് കട്ട് ഉണ്ട്. ഞാനൊരു ചിത്രം വരച്ചിട്ട് എന്തെങ്കിലും പഠിച്ചു തരും. ഇതല്ല ഞാൻ അടുത്ത കാണിച്ചു തരും കേട്ടോ. നോക്കിക്കോളൂ എന്താ നോക്കിക്കോളി ഫസ്റ്റ് വൺ എംപ്ലോയി on the top, the numbers increases when reaches at lower level is known as hierarchical organization. ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരുമുള്ള രീതിയാണ് എന്താ പറയുക ശ്രേണിപരമായ സംഘാടനം. അത് ഉദ്യോഗസ്ഥത്തിന്റെ സവിശേഷതയാണ്. അടുത്താണ് പെർമനൻസ്. എ പേഴ്സൺ എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം. എ പേഴ്സൺ അപ്പോയിന്റഡ് വിൽ കണ്ടിന്യൂ സർവീസ്. ഞാൻ കാണിച്ചു കേട്ടോ, ഇത് ചെറുതാക്കി എഴുതുന്ന അല്ലെങ്കിൽ ഈ പോയിന്റ് ചെറുതാക്കി നിങ്ങൾക്ക് ചിത്രം വരച്ച് വിൽ കണ്ടിന്യൂ സർവീസ് ഏത് വരെയുണ്ട് ടിൽ ദ ഏജ് ഓഫ് അയാൾക്ക് വയസ്സായിട്ടോ കാലും കുത്തൊക്കെ എടുത്തിന് കയ്യോ അമ്മേ ദാസ. ഓക്കെ, ഇത്ര മനസ്സിലാക്കട്ടോ കേട്ടോ. എ പേഴ്സൺ അപ്പോയിന്റഡ് വിൽ കണ്ടിന്യൂ സർവീസ്. ഈ ചിഹ്നം എന്താണ്? ടിൽ ദ ഏജ് ഓഫ് റിട്ടയർമെന്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതേപോലെ എല്ലാത്തിനും ഇതിനൊക്കെ ചിത്രമുണ്ട്. പക്ഷേ A1 ലൈവിൽ എൻ്റെ മക്കൾ വന്നാൽ ഞാൻ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. എൻ്റെ മക്കൾ മറക്കണ്ട. അപ്പോൾ ഉദ്യോഗസ്ഥരെ നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ട്. അടുത്ത പ്രത്യേകതയാണ് അപ്പോയിൻമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് ആൻഡ് അപ്പോയിന്റഡ് ഓൺ ദ ബേസിസ് ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അടുത്തതാണ് രാഷ്ട്രീയ നിഷ്പക്ഷത. എൻ്റെ മക്കൾ ഇത്ര മാത്രം മോൻ എന്തായാലും പഠിച്ചു വെക്കുക. അഥവാ പാർട്ടി ഇൻട്രസ്റ്റ് ഷുഡ് നോട്ട് റിഫ്ലക്ട് ഓൺ ദെയർ വർക്ക്, ദേ ഷുഡ് ആക്ട് ഇൻ ന്യൂട്രാലിറ്റി. അഥവാ നമ്മൾ സവിശേഷതയിൽ വരുന്നതാണ്. നമുക്ക് ഉദ്യോഗസ്ഥർക്കിടയിൽ എന്തുണ്ടാവരുത്, പാർട്ടി ഉണ്ടാവരുത്. ജോലി കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൃത്യമായിട്ട് മാറണം. ജോലിയിൽ ഒരിക്കലും പാർട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായിട്ട് എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. അടുത്തതാണ് പ്രൊഫഷണലിസം, വൈദഗ്ധ്യം. എവ്രി ഗവൺമെന്റ് എംപ്ലോയി എന്ത് ചെയ്യണം, മസ്റ്റ് ബി സ്കിൽഡ് ഓൺ their work. എന്താണോ വർക്കിന് ആ വർക്കിൽ എന്ത് ചെയ്യണം, അവന് സ്കിൽഡ് പേഴ്സൺ ആയിട്ട് മാറണം. റെഡിയാണല്ലോ. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങളുടെ വർക്കിൽ എന്ത് ചെയ്യണം, തൊഴിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. ഈ 4-5 പോയിന്റ് എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എക്സാം ചോദിക്കും. അതല്ലെങ്കിൽ, അത് ചോദിച്ചിട്ടില്ലെങ്കിൽ മക്കൾ ഓർപ്പിച്ചോ ഇന്ത്യൻ സിവിൽ സർവീസ് എന്താ നിങ്ങൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ്, ഇന്ത്യൻ സിവിൽ സർവീസ്. ഈ പോയിന്റുകൾ എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. അത് ഞാൻ ഒന്നും കൂടി ഷോർട്ട് ആക്കി തരാം. റിക്രൂട്ട് ചെയ്യൽ ഏത് ലെവലിലാണ് മനസ്സിലാക്കി വെക്കുക? നാഷണൽ ലെവൽ ദേശീയ തലത്തിൽ. ഇവിടെയും എവിടെയാണ് റിക്രൂട്ട് ചെയ്യൽ? റിക്രൂട്ട് അല്ല, അപ്പോയിൻമെന്റ് കേട്ടോ. റിക്രൂട്ട് നാഷണൽ ലെവൽ. സ്റ്റേറ്റിൽ ഏതാണ്? സ്റ്റേറ്റ് ലെവൽ. ഇങ്ങനെ തന്നെ എൻ്റെ മക്കൾ പുറത്തേക്ക് എഴുതിയിട്ട് തന്നെ പഠിക്കട്ടോ. കാരണം ഇതിനേക്കാൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ രീതിയിൽ മാറും. ഇപ്പോൾ റിക്രൂട്ട് നാഷണൽ ലെവൽ, റിക്രൂട്ട് സ്റ്റേറ്റ് ലെവൽ. അപ്പോയിൻമെന്റ് ചെയ്യൽ എവിടേക്കാണ്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സർവീസ്. ഇവരെ എവിടെയാണ് അപ്പോയിൻമെന്റിൽ? സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി എന്ന് മനസ്സിലാക്കി വെക്കുക. ഇവരെയാണെങ്കിലോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി എന്ന് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇതിന് എക്സാമ്പിൾസ് പഠിച്ചേക്കണം. എക്സാമ്പിൾസിൻ്റെ എന്തും കൂടി പഠിച്ചു വെക്കാറ് മക്കളെ. അതിന് ഫുൾ ഫോം പഠിച്ചേക്കുക. IAS ഫുൾ എന്താണ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IPS ഇന്ത്യൻ പോലീസ് സർവീസ്. ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ള IRS ഇന്ത്യൻ റെയിൽവേ സർവീസ്. അതേപോലെ IFS ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇവിടെ എന്താ പഠിച്ചേക്കുക? സെയിൽ ടാക്സ് ഓഫീസറും കൂടി എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. സോ ഇതെൻ്റെ മക്കൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഈ രീതി പഠിച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് മാറും. കാരണം ഓൾ ഇന്ത്യ സർവീസ് ചോദിക്കും. അതിൽ 3 മാർക്കും ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ട പോയിന്റ്സ് എന്താണ്? റിക്രൂട്ട് നാഷണൽ ലെവൽ, അപ്പോയിൻമെന്റ് ഇൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സർവീസ്. എക്സാമ്പിൾ IAS and IPS. ഈ IASനും IPSനും എക്സാം തിരഞ്ഞെടുക്കുന്നവരെ നമ്മൾ വിളിക്കും UPSC എന്ന് വിളിക്കും. ഇവരെ വിളിക്കിയതാണ്, ഇവർക്ക് എക്സാം വരുന്നതാണ് PSC ആണെന്ന് മനസ്സിലാക്കി വെക്കുക. UPSന്റെ ആളെ തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റ് ആണ്, PSCന്റെ ഗവർണർ ആണ്. എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് ഭരണ നവീകരണം എന്ന് പറഞ്ഞത്. ഭരണ നവീകരണത്തിൽ പഠിക്കേണ്ട കാര്യമുണ്ട്. ഭരണ നവീകരണം എന്താണ്, ഭരണ നവീകരണം ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ A1 ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മൊത്തം എന്ത് ചെയ്തു, കഴിഞ്ഞിരിക്കുകയാണ്. അത് എല്ലാം എന്ത് പഠിക്കുകയാണെങ്കിലും ആ 4 പോയിന്റിൻ്റെ മക്കൾ പഠിച്ചാൽ മതി. അത് സിമ്പിളാക്കിയാൽ മാറ്റി തരും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ ഷോർട്ടുകൾ ആണെങ്കിൽ പറയാം, നമുക്ക് സെറ്റാക്കാം. സോ തൽക്കാലം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഉഷാറാക്കാം, അടിപൊളിയാക്കാം. സോ ഇന്ന് 7 മണിക്ക് കാണാടാ. ബൈ, സീ യു.